Good morning, all. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Yeah, good morning. How are you? I'm fine. Yeah, And ma'am, how are you? fine. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. സുഖം. സുഖം. ഓണമായില്ലേ, അപ്പൊ ഓണത്തിന്റെ വിശേഷങ്ങൾ. ഓണായതേ. നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? പറയൂ, എന്തായിരുന്നു? പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ പഠിച്ചു. എക്സാമ്പിൾസ് പറയുന്നു അതിന്. അപ്പൊ പ്രസന്റൻസ് കുറച്ചൊക്കെ മനസ്സിലായി അല്ലേ? നമുക്ക് പ്രസന്റ് പെർഫെക്റ്റും പെർഫെക്റ്റ് കണ്ടിന്യൂസും കൂടെ നോക്കണം. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് പാസ്റ്റ് ടെൻസ് നോക്കാം. ഓക്കെ, റെഡിയാണോ എല്ലാവരും? ആക്റ്റീവ് ആണോ എല്ലാവരും? റെഡിയാണോ? യെസ് മാം, റെഡി. റെഡിയാണ്. ഓക്കെ, പാസ്റ്റ് ടെൻസ് അല്ലേ? പാസ്റ്റ് എന്തോ എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഓക്കെ, പാസ്റ്റ് അല്ലേ? പാസ്റ്റ് നോക്കൂ. പാസ്റ്റ് നമ്മൾ പ്രസന്റ് പഠിച്ച പോലെ തന്നെ പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ? ഈ നാലെണ്ണമുണ്ട്, 4 ആക്ഷൻസ് ഉണ്ട്. സോ പാസ്റ്റ് സിമ്പിൾ എന്താണ്? നമ്മൾ സിമ്പിൾ പ്രസന്റ് പറഞ്ഞ പോലെ തന്നെയാണ് സിമ്പിൾ പാസ്റ്റും. ഓക്കെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. സെയിം സ്ട്രക്ചേഴ്സ് ഒക്കെ സെയിം ആണ്. ക്ലിയർ? ആക്ഷൻ ദാറ്റ് ഫിനിഷ്ഡ് ഇൻ ദ പാസ്റ്റ്. ഓൾറെഡി അറിയാലോ, പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാല് ഒരു കഴിഞ്ഞ കാര്യമാണ് അല്ലെ? കഴിഞ്ഞു പോയ കാര്യമാണ്. സോ എല്ലാരും പാസ്റ്റ് ടെൻസ് എല്ലാം നമ്മൾ പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. സോ പ്രസന്റ് ടെൻസിൽ പഠിച്ച പോലെ തന്നെ എല്ലാ സ്ട്രക്ചറും സെയിം ആണ്. സോ എല്ലാം എന്താണ്? പാസ്റ്റ് ആയിരിക്കും. ഓരോ വേർഡ്സും ഓരോ യൂസേജസ് എല്ലാരും പാസ്റ്റ് ആയിരിക്കും. അതാണ് ഈ പാസ്റ്റിലെയും പ്രസന്റിലെയും ഡിഫറൻസ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ? ക്ലിയർ ആണ്. സോ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. പാസ്റ്റ് സിമ്പിൾ. പാസ്റ്റ് സിമ്പിൾ നമ്മൾ പറഞ്ഞു ഐ, വി, യു, ദേ, ഷീ, ഹി, ഇറ്റ് ആയിരിക്കും വരാം അല്ലെ? ഇവിടെ എന്താണ്? വി ടു ഫോം യൂസ് ചെയ്യാം. വി ടു ഫോം. പ്രസന്റ് ടെൻസിൽ V1 ഫോം, അതായത് ബേസ് ഫോം ആണ് യൂസ് ചെയ്യാനെങ്കിൽ പാസ്റ്റ് ടെൻസിൽ അത് V2 ഫോം ആണ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? സോ എക്സാമ്പിൾ നോക്കൂ. സ്ക്രീനിൽ നോക്കൂ എല്ലാവരും. സ്ക്രീനിൽ നോക്കൂ. എക്സാമ്പിൾസ് നോക്കി. ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ലാസ്റ്റ് വീക്ക്. ഇവിടെ ഐയുടെ കൂടെ എന്താ വന്നിരിക്കുന്നേ? V2 ഫോം ആണ്. വിസിറ്റഡ് അല്ലെ? വിസിറ്റഡ്. സോ പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്ക് എന്റെ ഫ്രണ്ട്സിനെ കണ്ടു അല്ലെ? വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ പാസ്റ്റ് ആണ്. That's already finished. Okay. Then I met them a few days ago. So met അല്ലെ? met ആണ് അവിടെ V2 ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ സബ്ജക്ട് കഴിഞ്ഞാൽ ഉടനെ എന്താണ്? V2 ഫോം ആണ് യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ആണെങ്കിൽ. ക്ലിയർ ആണോ? Yeah. Then Sam cooked a tasty dinner yesterday. Cooked അല്ലെ? cooked ആണ്, ഫിനിഷ് ചെയ്ത കാര്യമാണ്. സോ I use V2 form അല്ലെ? cooked. Then my brother saw. See യുടെ V2 form ആണ് saw. My brother saw a movie yesterday.
Then last year I traveled. Hello, traveled beautiful form ആണ് travel. Yeah, travel. So travel France. Harida, mute you. Harida, mute you. Okay. Then my mother bought a dress for me. Bought എന്ന് പറയുന്നത് beautiful form ആണ്. So past simple എല്ലാവർക്കും മനസ്സിലായോ? Simple അല്ലേ? അല്ലേ? Clear ആണോ എല്ലാവർക്കും? Yeah, clear. Answer me. Yeah, clear. Yeah, okay. Then past continuous. So എന്താണ്? An ongoing action that was interrupted by another short action. Two actions that were happening at the same time. മനസ്സിലായോ? കണ്ടിന്യൂസ് ആണ് അല്ലെ? ഫാസ്റ്റ് നടന്ന കാര്യം കണ്ടിന്യൂ ചെയ്യുന്നതാണ് അല്ലെ? സോ അതാണ് ഫാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഐ, ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ കൂടെ എന്താണ്? വാസ് ആണ് വരാം. വാസ്. Then verb plus ing form. Then we, you, they ആണെങ്കിലോ were ആ വരാം. So സിംഗുലറിനൊപ്പം വാസും പ്ലൂറലിനൊപ്പം were ആ വരാം. Clear? Then examples നോക്കൂ. I was reading when the phone rang. അല്ലെ? ഫോൺ റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താണ്? വായിക്കുകയായിരുന്നു. സോ പാസ്റ്റ് ആണ് അല്ലെ? പാസ്റ്റ് കാര്യമാണ്. സോ അതെന്താ യൂസ് ചെയ്ത്? ഐ വാസ് ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് അത് പാസ്റ്റ് ആണെന്ന് മനസ്സിലായത്. ഓക്കെ, ഐ വാസ് റീഡിങ്. റീഡിങ് മീൻസ് കണ്ടിന്യൂസ് ഫോം ആയതുകൊണ്ട് റീഡിങ് ing ഫോം യൂസ് ചെയ്തു. റീഡിങ് when the phone rang. അവിടെ റിംഗ് അല്ല യൂസ് ചെയ്ത്, റാങ് ആണ്. കാരണം എന്താണ്? ഇത് പാസ്റ്റ് ആണ് അല്ലെ? ഫോൺ റിംഗ് ചെയ്തപ്പോൾ ഞാൻ വായിക്കുകയായിരുന്നു. പാസ്റ്റ് ആയതുകൊണ്ടാണ് എല്ലാവർക്കും ഈ V2 ഫോം യൂസ് ചെയ്യുന്നത്. ഓക്കെ, the next example നോക്കൂ. When his father came, he was playing cricket. കണ്ടോ? അവരുടെ അച്ഛൻ വന്നപ്പോൾ എന്താണ്? ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. സോ came. കണ്ടോ? came എന്ന് പറയുന്നത് V2 ഫോം ആണ്. came. was playing. he was. കണ്ടോ? he was ആണ് യൂസ് ചെയ്തത്. Then it started to rain while we were playing. എന്താണ്? ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്തു. മഴ പെയ്യാൻ തുടങ്ങി എന്നാ പറയുന്നത്. സോ അവിടെ എന്താണ്? ബി അല്ലെ? അവിടെ ബി വേറിന്റെ സ്പെല്ലിന് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ആ വേറെയാണ്. അത് ഞാൻ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, സോ ബി ആയതുകൊണ്ടാണ് അവിടെ വേർ യൂസ് ചെയ്തത്. അത് പ്ലൂറൽ ആണ്, അതുകൊണ്ടാണ് വേർ യൂസ് ചെയ്തത്. Okay, then it started to rain. Started, കണ്ടോ? Started എന്താണ്? V2 form ആണ്. Then ആ എക്സാമ്പിൾ ഒന്നുകൂടെ പറയാൻ എനിക്ക് മനസ്സിലായില്ല. It started to run. It started to rain while we were playing. ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ്? മഴ പെയ്തു, മഴ പെയ്യാൻ തുടങ്ങി എന്നാ പറയുന്നത് അല്ലെ? പാസ്റ്റ് ആണ്. നമ്മൾ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ കളിക്കുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞത്. സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പാസ്റ്റ് ആണ് അല്ലെ? Then പിന്നെ യൂസ് ചെയ്തിട്ടാണ് we were. കണ്ടോ? we was അല്ല അവിടെ യൂസ് ചെയ്ത്, we were. സോ പ്ലൂറൽ ആയതുകൊണ്ടാണ് അവിടെ വേറെ യൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ? Yes, ma'am. Then while we were cooking, she was sleeping. ഞങ്ങൾ കുക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് എന്താണ്? അവൾ ഉറങ്ങുകയായിരുന്നു. വൈൽ എന്ന് പറയുമ്പോ നമുക്ക് എന്താ? ആ സമയം എന്നൊക്കെ പറയാം. അതെ, ആ സമയത്ത്. മനസ്സിലായോ? അത് സെന്റൻസിന് ബേസ് ചെയ്തിരിക്കും ആ വൈലിന്റെ മീനിങ് വരാം. ഓക്കെ, ഇവിടെ വരുന്ന വെച്ചാല് while we were cooking, ഞങ്ങൾ കുക്ക് ചെയ്തിരുന്ന സമയത്ത് she was sleeping. അവൾ ഉറങ്ങുകയായിരുന്നു. അപ്പൊ we were യൂസ് ചെയ്തു, she was യൂസ് ചെയ്തു. Okay, clear? Then when the phone rang, she was writing a letter. ആ ഫോൺ റിംഗ് ചെയ്തപ്പോൾ ലെറ്റർ എഴുതുകയായിരുന്നു. ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു.
കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കണ്ടിന്യൂസ് അല്ലേ? സോ അങ്ങനെ വരും. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ക്ലിയർ ആണോ? Yes, ma'am. Yeah. Then past perfect. Present perfect എന്തായിരുന്നു? അതിന്റെ പാസ്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. അതായത് നമ്മൾ അവിടേക്ക് എന്താ യൂസ് ചെയ്തേ? ഹാവ്, ഹാസ് യൂസ് ചെയ്തു. ഇവിടെ വരുമ്പോ പാസ്റ്റിൽ വരുമ്പോ രണ്ടില്ല ഒരെണ്ണേ ഉള്ളൂ, ഹാഡ് മാത്രം. സോ സിമ്പിൾ ആണ്, ഹാഡ് മാത്രം ചെലുത്താൻ മതി അല്ലെ? സോ ഹാഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയാലും നമ്മൾ ഹാഡ് ആ യൂസ് ചെയ്യാം. പ്ലസ് V3 ഫോം ആണ് യൂസ് ചെയ്യാം. ഓക്കെ, V3 ഫോം. സോ നോക്കൂ, I had reached the school before the bell rang. കേട്ടോ, I had reached the school. I had reached. Reached എന്ന് പറയുമ്പോൾ V3 ഫോം ആണ്. ഓക്കെ, I had reached the school before the bell rang. അല്ലെ? ഇപ്പൊ എന്താ വരാ? I had reached the school before the bell rang. ബെല്ലടിക്കുന്നതിന് മുമ്പ് എന്താണ്? ഞാൻ സ്കൂളിലെത്തി അല്ലെ? അങ്ങനെയാണോ? അതെ. ഇത് റെസ്പോൺസ് ഇല്ലാതെ കറക്റ്റ് ആണ്. എന്താണ് അതിന്റെ മീനിങ് വരാ? ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിലെത്തി. ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിൽ എത്തിയിരുന്നു. അങ്ങനെയാ പറയാം, എത്തിയിരുന്നു. ഓക്കെ, എത്തിയെന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല, എത്തിയെന്ന് പറയാം. Then the train had left. The train had left by the time I reached at the station. I reached at the station. Example mistake in there. The train had left by the time I reached at the station. I reached the railway station. Station അറിയുമോ? ട്രെയിൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ആകാം. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, ഹാഡ് എ വരില്ല അവിടെ. ഓക്കെ, പിന്നെ റീച്ച് എന്ന് പറയുമ്പോൾ റീച്ച്ഡ് ആണ്. The train had left by the time I reached at the station. എന്താ മീനിങ് എന്താ വരാ? ട്രെയിൻ വരുന്നതിന് മുമ്പ് ഞാൻ സ്റ്റേഷനിൽ എത്തിയിരുന്നു. അല്ല, തിരിഞ്ഞുപോയി. അല്ല ട്രെയിൻ ഞാൻ എത്തുമ്പോഴേക്കും ട്രെയിൻ എത്തുന്നതിന് മുൻപ് ട്രെയിൻ പുറപ്പെട്ടു. ഞാൻ എത്തിയപ്പോഴേക്കും ട്രെയിൻ വന്നു. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പോയി, വണ്ടി എടുത്തു. പുറപ്പെട്ടിരുന്നു എന്നൊക്കെ മലവശങ്ങളിൽ നിന്നും പുറപ്പെട്ടിരുന്നു എന്നൊക്കെ പറയും. മനസ്സിലായോ? വണ്ടി പോയി. ഞാൻ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പുറപ്പെട്ടിരുന്നു എന്നാണോ? പുറപ്പെട്ടിരുന്നു എന്ന് പറയാം. ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുക, പോയി അല്ലേ, പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ആ സെന്റൻസ് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ മാം. നെക്സ്റ്റ് പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ ആവശ്യമില്ല എന്നാലും പറയാം. നമ്മള് പ്രസന്റിൽ പറഞ്ഞ പോലെ ഹാസ്, ഹാവ് എന്നുള്ള സംഭവം ഇല്ല, ഒരെണ്ണം മാത്രം യൂസ് ചെയ്യാം. അതിനെ കൂടെ ബീൻ യൂസ് ചെയ്യാം. I had been, അങ്ങനെയാ അവരോട്. I had been waiting there for 2 hours when she finally arrived. എന്താ വരാ? എന്താ മീനിങ് വരാ? ഞാൻ അവിടെ വെയിറ്റ് ചെയ്തപ്പോഴേക്കും അവസാനം അവൾ എത്തി. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നു അല്ലെ? അവസാനം she arrived അല്ലെ? finally she arrived. സോ എന്താണ്? എല്ലാം പാസ്റ്റിൽ കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. സോ എന്താണ്? അത് കുറച്ചുകൂടെ ഇങ്ങനെ വളച്ചൊടിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഞാനവിടെ 2 മണിക്കൂർ കാത്തിരുന്നു, അതിന് ശേഷമാണ് ലാസ്റ്റ് ആണ് അവള് വന്നത്. മനസ്സിലായോ മീനിങ്? മനസ്സിലാവുന്നുണ്ടോ?
മാം മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല. എന്താണ് ഞാൻ രണ്ട് മണിക്കൂർ അവിടെ കാത്തിരുന്നു. കഴിഞ്ഞു അല്ലെ? 2 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് എന്താണ് വന്നു. അതും പാസ്റ്റ് ആണ്. കാത്തിരുന്നു എന്ന് പറയുന്നതും കാത്തിരുന്നൂലൊരു കണ്ടിന്യൂസ് ഫോം ഉണ്ട്. കാത്തിരിക്കുകയായിരുന്നു അല്ലെ? കാത്തിരിക്കുകയായിരുന്നു. സോ കണ്ടിന്യൂസ് ഫോം ഉണ്ട്. സോ എന്നാലും കഴിഞ്ഞതാണ് അല്ലെ? ദെൻ അവസാനം ഇവിടെ വന്നു. നമ്മളൊരു കാര്യം പറഞ്ഞു, ഞാൻ അത്രയും നേരം അവിടെ അവർക്ക് വേണ്ടി അവിടെ കാത്തിരുന്നു, അവസാനം അവിടെ വന്നു ഒന്നും പറയില്ലേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. I have been waiting there for 2 hours when she finally arrived. അല്ലെങ്കിൽ then യൂസ് ചെയ്യാം. Then she finally arrived. പിന്നെ അവള് വന്നു, അവസാനം അവള് വന്നു എന്നൊക്കെ പറയില്ലേ? ക്ലിയർ ആണോ? Then she was tired because she had been working all day. അവൾ എന്താണ്? ടയേർഡ് ആണ്. വർക്ക് ചെയ്ത് ഫുൾ ഡേ അവള് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു, അതുകൊണ്ട് അവള് ടയേർഡ് ആണ്. ഓക്കെ. Then I had been reading for hours before he came. അവൻ വരുന്നതിന് ഞാൻ വായിച്ചു, മണിക്കൂറായിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ വരുന്നതിന് മുമ്പ്. മനസ്സിലായോ? അവൻ വരുന്നതിന് മുമ്പ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വായിച്ചുകൊണ്ടിരിക്കായിരുന്നു. മണിക്കൂറുകളായി, അതായത് മണിക്കൂറുകളായി മണിക്കൂറുകളായി അവൻ വരുന്നതിന് മുമ്പ് ഞാൻ മണിക്കൂറുകളായി വായിക്കുകയായിരുന്നു. സോ പാസ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. മാം നമ്മുടെ പ്രസന്റിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് ചെയ്ത പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടത്ത് പോകും. അതെന്തായാലും ചെയ്യില്ല. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. മലയാളം പറയൂ. പാസ്റ്റ് അല്ലേ, എന്ത് വേണേലും പറയാലോ. പറയൂ. ഞാൻ ഇന്നലെ അവിടെ പോയി. എന്തോ? ഞാൻ ഇന്നലെ അവിടെ പോയി. ഞാൻ ഇന്നലെ അവിടെ പോയി എന്നാണോ പോയിരുന്നു എന്നാണോ? പോയിരുന്നു. 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 പറയൂ. അപ്പൊ എന്താ വരാ? ഞാൻ അവിടെ എന്താണ് ഇന്നലെ ഞാനിവിടെ പോയിരുന്നു, അതല്ലേ? യെസ്റ്റർഡേ. ഞാൻ പറയട്ടെ മിസ്? I went there yesterday. I went yesterday. I went there yesterday. I went there yesterday. Simple ആണ് പറയാം. ഗോഡ് beautiful. അപ്പൊ എന്താ വരാന്നറിയോ? ഞാൻ അവിടെ പോയി എന്നാ വരാ. മനസ്സിലായോ? പോയി. പോയിരുന്നു എന്നാണെങ്കിലോ? ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ഞാൻ പോയിരുന്നു എന്ന് പറയുമ്പോ I had been gone അങ്ങനെയാണോ? I have been gone. I went എന്നല്ല വരാ. വെന്റ് അല്ല, V2 ഫോം എന്ന് പറയുമ്പോ വെന്റ് അല്ലേ വരുന്നത്? വരാ. കറക്റ്റ് ആണ്. പോയിരുന്നു വെന്റ് തന്നെ വരാം. ഓക്കെ. I went there yesterday എന്നാണ്. Yesterday. I went there yesterday. ഞാൻ അവിടെ പോയി അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിരുന്നു എന്ന് പറയുമ്പോൾ went there പറയാം. കാരണം went എന്ന് പറയുമ്പോൾ ഓൾറെഡി പാസ്റ്റ് ആണ്. അപ്പൊ പോയിരുന്നു എന്ന് പറഞ്ഞാല് പോയി എന്ന് പറഞ്ഞാല് സെയിം ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഒരു ഡൗട്ട്. ഓക്കെ, അടുത്ത മലയാളം പറയൂ.
അവൾ ഇന്നലെ വന്നിരുന്നു. അവൾ ഇന്നലെ വന്നിരുന്നു. She came yesterday. She came yesterday. So എളുപ്പമല്ല, സിമ്പിൾ ആണ്. അവൾ ഇന്നലെ വന്നിരുന്നു. She came yesterday. She came here yesterday. അവൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു അല്ലെ? She came here yesterday. Okay. Next. അതൊക്കെ സിമ്പിൾ പാസ്റ്റ് ആണേ. നമുക്കിന്ന് സിമ്പിൾ പാസ്റ്റ് പറയാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പോവാം. ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ പോയിരുന്നു. ഇത് പോയില് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ പോയി. ലൈബ്രറിയിൽ പോയി ഒരു ബുക്ക്, ലൈബ്രറിയിൽ ഇരുന്ന് ഒരു ബുക്ക് വായിച്ചു. ഓ, കഠിനമായിരുന്നു. ലൈബ്രറിയിൽ ഇരുന്നു ഒരു ബുക്ക് വായിച്ചു. എന്താ വരാ? പറയൂ. ഞാൻ ലൈബ്രറിയിൽ ഇരുന്ന് ഒരു ബുക്ക് വായിച്ചു. ആരെന്തൊന്നും മിണ്ടാതെ പറയൂ. ഞാൻ ലൈബ്രറിയിൽ ഇരുന്ന് ഒരു ബുക്ക് വായിച്ചു. I read a book in the library yesterday. Correct ആയിരിക്കും. I read a book The library yesterday. I read a book Yesterday I read a book in the library. I read a book in the library yesterday. Correct. ഞാൻ ലൈബ്രറിയിൽ വെച്ചൊരു ബുക്ക് വായിച്ചു എന്നാവും. രശ്മി പറഞ്ഞു ഞാൻ ലൈബ്രറിയിൽ ഇരുന്ന് ഒരു ബുക്ക് വായിച്ചു എന്നാണ് അല്ലെ? മലയാളത്തിന്റെ അതെ, മലയാളമാണ് വിഷയം. സോ ഉദ്ദേശിച്ചത് ഞാൻ ഒരു ബുക്ക് വായിച്ചു എന്നാണ് അല്ലെ? എന്റെ സെക്കൻഡ് ലാംഗ്വേജ് തമിഴ്, അപ്പൊ എനിക്ക് മലയാളം ഗ്രാമർ അങ്ങനെ അത്ര അറിയത്തില്ല. ആണല്ലേ? എന്നാലും കുഴപ്പമില്ല, പക്ഷെ നല്ലതാണ്. അപ്പൊ ഞാൻ ലൈബ്രറിയിൽ വെച്ചൊരു ബുക്ക് വായിച്ചു എന്ന് പറയുമ്പോ I read a book in the library yesterday. Yeah. ഞാൻ ലൈബ്രറിയിൽ ഇരുന്നൊരു ബുക്ക് വായിച്ചു എന്ന് പറയുന്നതോ? I sat in the library എന്നൊക്കെ പറയത്തില്ല. Yeah, correct. അത്രേ ഉള്ളൂ. Simple. ഓക്കെ, അപ്പൊ നമ്മുടെ മലയാളം കുറച്ച് സീനാണ് അല്ലെ? നമ്മുടെ മലയാളത്തിൽ കുറച്ച് സീനാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? തൊയ്ബ ഇന്നത്തെ ക്ലാസ്സിലാവില്ല, ആക്റ്റീവ് അല്ല. എന്ത് പറ്റിയാനോ? കൺഫ്യൂഷൻ ആയിപ്പോയി, അതുകൊണ്ട് കൺഫ്യൂഷൻ. അത് രശ്മി പറഞ്ഞതിന്റെ കൺഫ്യൂഷൻ ആണ്. നമ്മുടെ മലയാളത്തിന്റെ വിഷയമാണ്. ഓക്കെ, ഇപ്പോ രശ്മി പറഞ്ഞത് എന്താണ്? ഞാൻ ലൈബ്രറിയിൽ ഇരുന്ന് ഒരു ബുക്ക് വായിച്ചു. അപ്പൊ ഞാൻ ലൈബ്രറിയിൽ ഇരുന്നു എന്നുള്ള സെന്റൻസ് ആദ്യം പറയാം. എന്താ പറയാ? ഇരുന്നു പാസ്റ്റ് ആണ്. എന്താ പറയാ? ഞാൻ ലൈബ്രറിയിൽ ഇരുന്നു. ഇരിക്കുക എന്നതിന്റെ പാസ്റ്റ് ആണ്. അപ്പൊ I sat in the library. Yeah, I sat in the library and read a book. Yeah, read വരില്ല, read ആവില്ല. സ്പെല്ലിംഗ് കറക്റ്റ് ആണെങ്കിലും വായിക്കുമ്പോൾ തിരിച്ചു സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. READ ആണ്, റീഡ് സെയിം ആണ്. പക്ഷെ നമ്മൾ പറയുമ്പോ പ്രൊണൗൺസിയേഷൻ എന്താണ്? റെഡ് ആണ്. ബ്യൂട്ടിഫുൾ റെഡ്. സോ I sat in the library and I read a book. ഇങ്ങനെയാ പറയാം. ഞാൻ ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് വായിച്ചു. മനസ്സിലായോ എല്ലാവർക്കും? കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, വേറൊരു സെന്റൻസ് പറയും. പറയോ? I sat in the library and I read a book എന്നാണോ? Yeah, I read a book.
കാരണം അനു റീഡിന്റെ V2 ഫോം ആണ് റെഡ്. സ്പെല്ലിംഗ് കറക്റ്റ് ആണെങ്കിൽ പറയുമ്പോ റെഡ് എന്നാണ്. റീഡ് അങ്ങനെയല്ല വരുന്നത്. V1 V2 V3. റീഡ്. ഓക്കെ, ഇനി എന്താ മലയാളം പറയുവാടുത്തത്? അവർ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയിരുന്നു. അവർ ഇന്നലെ സിനിമക്ക് പോയി. പോയിരുന്നു എന്നല്ല, പോയി എന്നാണോ? പോയും പോയിരുന്നു സെയിം ആയിട്ട് വരും എന്നാണ് എന്റെ വിശ്വാസം. എന്നാ പോയിരുന്നു പറയാം. പോയിരുന്നു എന്ന് പറഞ്ഞ് നോക്കാം. അവർ ഇന്നലെ ഒരു സിനിമക്ക് പോയിരുന്നു. അപ്പൊ അവർ പോയിരുന്നു എന്ന് പറയാം. സിനിമക്ക് പോയിരുന്നു. അവർ ഇന്നലെ ഒരു സിനിമക്ക് They went for a movie yesterday. They went for a movie yesterday. Went use ചെയ്യാം. അല്ലാതെ എന്താ യൂസ് ചെയ്യാം? എന്താ പറയാ? വേണ്ട, ഇതിനെ എടുക്കും. സിമ്പിൾ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര അതായത് നമ്മൾ പഴയ, അതായത് ഞാനൊക്കെ ശരിക്കും എനിക്ക് 42 ഉണ്ട് ഏജ്. ഞാൻ പഠിച്ച സമയത്തുള്ള ഇംഗ്ലീഷേ അല്ല ഇപ്പൊ മോഡേൺ ഇംഗ്ലീഷാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ ചവിട്ടി താഴെ ഇടും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടും പറയാം. മൂവി യെസ്റ്റർഡേ എന്നാണോ? കറക്റ്റ് ആണ്. യൂസ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അല്ല, ഇപ്പൊ അങ്ങനെയല്ല മിസ് അതൊക്കെ യൂസ് ചെയ്യുന്നത്. we went for a movie yesterday അങ്ങനെയല്ലേ? അതെ, അങ്ങനെ പറയാം. We went. ഫാസ്റ്റ് ആക്കാൻ നോക്കിയോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പാസ്റ്റിനകത്ത് വാസ് വരത്തില്ല, അപ്പൊ അത് വാസ് എന്ന് വെച്ചാൽ ആയിരുന്നു എന്നല്ലേ, അപ്പൊ വെന്റ് എങ്ങനെ വരുന്നത്? അതെനിക്ക് കൺഫ്യൂഷൻ. വെന്റ് ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ്. വാസും ഈസും അല്ല. ഈസിന്റെ പാസ്റ്റ് ആണ് വാസ്. ഇപ്പോ ഹീസ് ഗോയിങ് എന്ന് പറയുമ്പോ അത് പാസ്റ്റ് ആകുമ്പോ എന്താ വരാ? നമ്മൾ എളുപ്പത്തിൽ ഹി വെന്റ് പറയും. പണ്ടൊക്കെ നമ്മൾ ഹി വാസ് ഗോയിങ് എന്ന് പറയും, അല്ലേ? ശരിയാണോ? ഫുള്ള് കൺഫ്യൂഷൻ ആണ്, അല്ലേ? മനസ്സിലായി എനിക്ക്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് കുറച്ച് ഡൗട്ടിൽ നിൽക്കുന്നത്, അല്ലെ? നമ്മള് പക്ഷേ കൂടുതൽ നമ്മള് പ്രസന്റ് ആയാലും പാസ്റ്റ് ആയാലും കൂടുതൽ നമ്മൾ ഈ സിമ്പിൾ ആണ് യൂസ് ചെയ്യാറ്. നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ സിമ്പിൾ ആണ്. ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ആയാലും സിമ്പിൾ പ്രസന്റ് ആയാലും മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആ ഒരു ആക്ഷൻ ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആയാലും പ്രസന്റ് കണ്ടിന്യൂസ് ആയാലും പ്രസന്റ് കണ്ടിന്യൂസ് മോസ്റ്റ്ലി യൂസ് ചെയ്യും. പക്ഷെ ഫാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് കുറച്ച് കുറവാണ്. മനസ്സിലായോ? ഇപ്പൊ പാസ്റ്റ് ഇങ്ങനെ പറയേണ്ടി വരും. കുറച്ചുകൂടി നീട്ടി വലിച്ച് പറയുമ്പോഴാണ് ഈ കണ്ടിന്യൂസ് വരാം. ഇപ്പോ ഐ വാസ് റീഡിങ് വെൻ ദ ഫോൺ റാങ്. കണ്ടോ? നീട്ടി വലിക്കുകയാണ്, അല്ലെ? അതായത് ഫോൺ വിളിച്ചപ്പോ ഞാൻ വായിക്കുകയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, അങ്ങനത്തെ സെന്റൻസ് മലയാളത്തില് ഒന്ന് നോക്കിയേ, ട്രൈ ചെയ്ത് നോക്കിയേ. ഇപ്പൊ നിങ്ങൾ പറയുന്ന സിമ്പിൾ സെന്റൻസ് ആണ്. അതായത് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കണേ, അല്ല പാസ്റ്റ് സിമ്പിൾ. നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പാസ്റ്റ് സിമ്പിൾ ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഞങ്ങൾ അവിടെ പോയിരുന്നു, ഞങ്ങൾ ഇന്നലെ അവിടെ പോയി, ഞങ്ങൾ സിനിമക്ക് പോയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റിലേക്കാണ്. അപ്പൊ ഇവിടെ ഈ വാസും വേറിന്റെ ആവശ്യം വരുന്നില്ല മെയിൻ ആയിട്ട്.
മനസ്സിലായോ? ഈ നീട്ടി വലിച്ച് കണ്ടിന്യൂസ് ഫോമിൽ പറയുമ്പോഴാണ് നമുക്ക് ഈ വാസം വേറൊക്കെ ആവശ്യം വരുന്നത്. മിസ് നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റ് അല്ലേ യൂസ് ചെയ്യുന്നത് കൂടുതലും? സിമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം സംസാരിക്കാൻ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. മനസ്സിലായോ? ഇപ്പൊ നിലവിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ. മലയാളം പറയുമ്പോ തന്നെ ആലോചിച്ചാൽ പോരെ. ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ പഠിക്കുകയാണ് എന്നൊക്കെ നമ്മള് സംസാരിക്കുമ്പോ പറയുമോ? ഇല്ല അല്ലെ? ഇപ്പൊ പാസ്റ്റിന് വഴി പറയും ഞങ്ങൾ പഠിക്കുകയായിരുന്നു അല്ലെ, പഠിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഐ സ്റ്റഡീഡ് പറയും അല്ലെ? ഇപ്പൊ അതിന് നേരെ പാസ്റ്റ് എടുത്ത് യൂസ് ചെയ്യും. സ്റ്റഡിക്ക് പകരം സ്റ്റഡിങ്ങിന് പകരം സ്റ്റഡീഡ് ഒക്കെ യൂസ് ചെയ്താൽ അത് പാസ്റ്റ് ആയി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? കൺഫ്യൂഷൻ ആയോ? ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് കാര്യങ്ങള്. നമ്മളിപ്പോ മുന്നേ ഒരു ക്ലാസ് കഴിഞ്ഞല്ലോ, അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ്. ഇപ്പൊ അനു പറയാണ് ഞാൻ ആ മിസ്സിന്റെ ക്ലാസ്സിന്റെ ടൈമില് ഞാൻ അത് ചെയ്യായിരുന്നു അന്ന് പറയില്ലേ? അത് വരുമ്പോ പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയും. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ സ്ഥലപ്പോള് ഞാൻ അത് ചെയ്യായിരുന്നു എന്നൊക്കെ പറയുമ്പോ അത് പാസ്റ്റ് കണ്ടിന്യൂസിൽ വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പോയി എന്ന് പറയും. ഞാൻ ആ മിസ്സിന്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോ അത് സിമ്പിൾ ആണ്. ഇപ്പൊ ക്ലിയർ ആണോ? എങ്ങനെ മലയാളം പറയും? എന്ത് സിമ്പിൾ പാസ്റ്റിന്റെ ആണോ? പാസ്റ്റ്. മിസ് ഞാനിപ്പോ 3 എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. ഇല്ല, ഞാൻ അനുവിനോടല്ല പറയുന്നത്, എല്ലാവരോടും കൂടിയാ പറയുന്നത്. പക്ഷെ ആരും മിണ്ടുന്നില്ലാന്നോ? അതുകൊണ്ടാണ് ഞാനും മിണ്ടാതിരിക്കില്ല. അതെന്ത് പറ്റി? എല്ലാവരും സംസാരിക്കൂ. ആക്ച്വലി നമ്മള് എത്ര വായിച്ചു പഠിച്ചിട്ടോ എഴുതി പഠിച്ചിട്ടോ കാര്യമില്ല. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണമെങ്കിൽ സംസാരിച്ച് തന്നെ ശീലിക്കണം. പക്ഷെ എന്താ വിഷയം അറിയോ? ഞാനിപ്പോ ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞ ആരെങ്കിലും ഉണ്ടാറുണ്ടോ? സംസാരിക്കണ്ട, അതല്ല, ട്രൈ ചെയ്യാലോ ഒരു സെന്റൻസ് ഉണ്ടാക്കാനേ. നമ്മളിപ്പോ പഠിക്കുന്നത് നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതിന് ഉള്ള എഫേർട്ട് നമ്മൾ എടുക്കണ്ടേ. അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്യാലോ എന്ന് പറയാണ്. 1-2 പേര് മാത്രം തെറ്റിയാലും കുഴപ്പമില്ല. തെറ്റി ബ്ലണ്ടേഴ്സ് ഒക്കെ കേട്ടാൽ നമുക്ക് അന്നേരത്തെ ഒരു രസമല്ലേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഈ മലയാളം ഇംഗ്ലീഷും പറയിപ്പിക്കുന്നത്. പക്ഷെ ആരും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ഞാനിവിടെ നിന്ന് എത്ര പ്രാവശ്യം പറയും, നിങ്ങൾ തന്നെ കേൾക്കുന്നല്ലേ. ഇത്ര പ്രാവശ്യം പേര് വിളിച്ചാ മിണ്ടില്ല. പേര് വിളിച്ചാ ചിലപ്പോ കുറച്ചേരൊക്കെ ലെഫ്റ്റ് ആയി. കണ്ടോ, ഓൾറെഡി ലെഫ്റ്റ് ആണ് എല്ലാവരും. പേര് വിളിച്ച മിക്കവരും ലെഫ്റ്റ് ആയിരുന്നു. ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാൽ ആരും പൊതുവേ സംസാരിക്കാറില്ല. പിന്നെ അത് അവർക്ക് ആവശ്യം കൂടി വേണം. എനിക്ക് പഠിക്കണം എന്നൊരു ആവശ്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. മനസ്സിലായോ? പിന്നെ എന്താ വെച്ചാൽ ഈ കൂട്ടത്തില് കുറച്ച് യൂസ് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറച്ചുകൂടി നന്നായിട്ട് ഈ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഫുൾ ഇംഗ്ലീഷ് ആവുമ്പോൾ പിന്നെയും അവർക്കത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവാൻ നല്ലത്. എന്തോ ഇങ്ങനെ മിസ് ഇങ്ങനെ എടുക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാവാൻ നല്ലത്. ഇപ്പൊ എനിക്കായാലും ഞാനും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എങ്കിലും മനസ്സിലാവാൻ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവുന്നത് ഇങ്ങനെ എടുക്കുമ്പോഴാണ്. കാരണം നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും അഡ്വാൻസ് ലെവൽ അല്ല. കുറെ ഒട്ടും അറിയാത്തവരുണ്ട്, മീഡിയം ഉണ്ട്. ആരും അഡ്വാൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നില്ല. അഡ്വാൻസ്ഡ് ആണെങ്കിൽ നമുക്ക് ഫുൾ അങ്ങനെ ക്ലാസ് എടുക്കാം. പക്ഷെ ഇതെല്ലാം മിക്സ്ഡ് അല്ലേ. സോ നമുക്ക് എപ്പോഴും മിക്സ്ഡ് ആകുമ്പോൾ എപ്പോഴും താഴേന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും സേഫ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. അറിയാവുന്നവർക്കായാലും അറിയാത്തവർക്കായാലും എല്ലാവർക്കും പെട്ടെന്ന് ക്ലിയർ ആവും. മിസ് എന്റെ പ്രശ്നം വെച്ചാൽ എനിക്ക് കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നു, തിരിച്ച് പറയാൻ അറിയാം. വെച്ചാ അവരിങ്ങോട്ട് ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്നെങ്കിൽ പോലും കേൾക്കുമ്പോ അതിന്റെ സംഭവം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ തിരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോ അതിന്റെ വെർബും
ചോര ഫോം അനുസരിച്ചൊക്കെയാണല്ലോ നമ്മൾ പറയണത്. അപ്പൊ ആ ഒരു വേർഡ് ഏതാന്ന് കിട്ടാതെ തിരിച്ച് പറയാൻ അറിയാൻ പറ്റാതെ വരുന്നു. വാസ വേറെ ഇതൊക്കെ എവിടെ ചേർക്കണം, അല്ലെങ്കിൽ അതൊന്നും അറിയാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ. ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് നമ്മള് ഇപ്പൊ ഞാൻ സംസാരിച്ചാലേ 9 വർഷം ആയിട്ട് ഒന്നും പഠിക്കാതിരുന്നിട്ട് പെട്ടെന്ന് പഠിക്കാൻ വന്നപ്പോ ഒന്നും ആദ്യം ഒന്നും എനിക്ക് ക്ലാസ് എടുക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പൊ കുറച്ചൊക്കെ ഇംഗ്ലീഷ് ക്ലാസ് അല്ല, അല്ലാതെ ആണെങ്കിലും നമുക്ക് മിസ്സുമാരുണ്ടല്ലോ, അവര് ക്ലാസ് എടുക്കുമ്പം എന്താ പറയണേന്നൊരു ഇത് ഐഡിയ കിട്ടണേ. പക്ഷെ ഇപ്പൊ ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു കണ്ടിന്യൂവേഷൻ നഷ്ടപ്പെട്ടിട്ട് വന്നു കഴിയുമ്പോ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടല്ലോ ഓൾറെഡി. പിന്നെ അനു പറഞ്ഞ പോലെ ഇത് ഒരു ബുദ്ധിമുട്ട് വരുന്നത് വെച്ചാല് നമ്മളത് യൂസ് ചെയ്യണം. ഇപ്പൊ എന്ത് പഠിച്ച കാര്യമാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. എവിടെയെങ്കിലും സംസാരിക്കണം, എവിടെയെങ്കിലൊക്കെ ഒന്ന് കറക്റ്റ്, പറയാം. അതാണ് കറക്റ്റ്. അത് ഞാൻ പറഞ്ഞു, എന്നോട് സംസാരിക്കും എന്ന് പറഞ്ഞ അതാണ്. അപ്പൊ ഞാൻ കറക്റ്റ് ചെയ്ത് തരാൻ ചാൻസ് കുറവാണ്. പക്ഷെ നമ്മൾ സ്വയം സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന പൊട്ടത്തരം മിസ്സും നമ്മളും മാത്രമേ കേൾക്കുള്ളൂ. പുറത്തു പോയിട്ട് അപ്പൊ ഇവിടുന്ന് കറക്റ്റ് ചെയ്ത് പോവാം. പുറത്തു പോയിട്ട് പറഞ്ഞാൽ നാണക്കേടാവും. പിന്നെന്ന് വെച്ചാൽ റെക്കോർഡ് ക്ലാസ് ആണ്, അപ്ലോഡ് ചെയ്യും. പക്ഷെ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ആരെ ഞാൻ ക്ലാസ് നിങ്ങളെ മാത്രമേ കാണാറുള്ളൂ. സോ സേഫ് ആണ്, എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അത് ഞാൻ പറയാം, എല്ലാവരോടും പറയുന്നുണ്ട്. എല്ലാവർക്കും സെയിം ഇഷ്യൂസ് ആണ്, എല്ലാം എനിക്കറിയാം. സോ നിങ്ങള് അത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. സംസാരിക്കാൻ വളരെ സ്റ്റേജ് ഫിയർ ആണ്. അതായത് നമുക്കിപ്പോ മലയാളം നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അറിയാം, പക്ഷെ ഇതുപോലെ ഫ്ലുവൻസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പറയുമ്പോ തെറ്റാണോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് കൂടുതലും ആരും മിണ്ടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ പേടി വെച്ചോണ്ടിരുന്നാല് ഒരിക്കലും മാറില്ല. അത് ഈ ക്ലാസ്സിലെങ്കിലും വെച്ച് മാറ്റിക്കൊണ്ട് പോകും. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും, അത് ശേഷം ഉണ്ടാവില്ല. സോ അതുവരെ നിങ്ങൾ എന്നോട് സംസാരിച്ച് നിങ്ങൾ ആ പേടി മാറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ അതിപ്പോ മിസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഞാൻ പൊട്ടത്തെറ്റാണെങ്കിൽ ഞാൻ പറയുന്നത് അതുകൊണ്ട് എനിക്കിതൊന്ന് പഠിച്ചെടുക്കണം. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞാനിപ്പം സംസാരിക്കാന്ന് വെച്ചേക്കണ തന്നെ. തെറ്റാണെങ്കിൽ മിസ് പറഞ്ഞു തരുമല്ലോ, ക്ലിയർ ആക്കി തരുമല്ലോ. സോ അതുകൊണ്ട് അനുവിന് കുറെ മാറ്റം ഉണ്ടാവും ഇല്ലേ? അനുവിന് തന്നെ തോന്നുമല്ലോ കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോഴായാലും കുറച്ച് വിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനൊന്നും പറ്റണുണ്ടല്ലോ. അല്ല, കറക്റ്റ് ആണ് മിസ്. ആക്ച്വലി ആദ്യം തുടങ്ങുന്ന സമയത്ത്, ക്ലാസ് തുടങ്ങുന്ന മിസ്സിന്റെ ക്ലാസ് തന്നെ തുടങ്ങിയ സമയങ്ങളിൽ അനു മേക്ക് ചെയ്യുന്ന സെന്റൻസുകളെ വെച്ച് ഇപ്പൊ ഫാർ ബെറ്റർ ആണ് ഇപ്പൊ ഉണ്ടാക്കുന്ന സെന്റൻസ്. അത് ചിലപ്പോ അനുവിന് മനസ്സിലാവില്ല. അപ്പോ ഞാൻ പറയാം, എല്ലാവരും ഇപ്പൊ ക്ലാസ്സിൽ ഇപ്പൊ അനുവും രശ്മിയും മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ബാക്കി ആരും കിട്ടുന്നില്ല. ഞാൻ പറയാം, ഇന്ററാക്ഷൻ ആണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഇപ്പൊ ഈ പറയുന്ന മലയാളം വേർഡ്സ് സെന്റൻസ് പോലും ആരും പറയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞോ, അത് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇത്രയും ക്ലാസ്സിൽ ഈ 18 സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ അവർക്ക് എല്ലാവർക്കും പഠിക്കണ്ടേ? നമ്മളിൽ 18 പേർക്കും മലയാളം അറിയാലോ, എന്നെ വിട്ടേക്ക്. ബാക്കി എല്ലാവർക്കും മലയാളം അറിയാലോ. സെന്റൻസ് ഉണ്ടാക്കിയാൽ അത് ആരെങ്കിലും അറിയുന്നവര് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇനി തെറ്റുണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരും. ഇതൊരു റിക്വസ്റ്റ് ആണ്, ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ പഠിക്കില്ല. അത് പേടിയെങ്കിലും മാറ്റാം. ഇംഗ്ലീഷ് പഠിക്കണതാ പോട്ടെ, പേടിയെങ്കിലും മാറ്റും. നമ്മളിപ്പോ ഈ കോഴ്സ് പഠിച്ചു നമ്മൾ എന്തായാലും ജോലിക്ക് വേണ്ടിയിട്ടില്ല, അവിടെ ചെല്ലുമ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കണമല്ലോ. എന്നാലാണല്ലോ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഇത് കിട്ടുള്ളൂ. നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്കൊരു ഇന്റർവ്യൂ പോലും പങ്കെടുത്താലും അതുപോലെ തന്നെ നമുക്കൊരു ജോലിക്ക് വേണമെങ്കിൽ നമ്മുടെ സംസാരവും നമ്മുടെ രീതി അനുസരിച്ച് നമുക്കത് കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ പേടിച്ച് പിന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഒരു ഇതുണ്ടാവുമല്ല. ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ വിചാരിക്കും പുറത്ത് എവിടെയും പോകണ്ട, നമുക്ക് കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാം, കേരളത്തിൽ തന്നെ ജോലി കിട്ടിയാൽ മതി, നമുക്ക് മലയാളം ഹാൻഡിൽ ചെയ്താൽ മതി. പക്ഷേ പണ്ടത്തെ സിറ്റുവേഷൻ അല്ല കേരളത്തിൽ. ഇവിടെയുള്ള എല്ലാ നല്ല ഹോസ്പിറ്റൽസിലും അബ്രോഡ്സ് നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. അവരെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നമുക്ക് ലാംഗ്വേജ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കേട്ടല്ലോ, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. എന്തായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, വേറെ എന്ത് ഗ്രാമർ പഠിച്ചില്ലെങ്കിൽ ടെൻസ് എന്തായാലും പഠിക്കേണ്ടി വരും. അത് നിങ്ങൾ എന്തൊക്കെ വിട്ട് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ടെൻസ് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം. ഓക്കെ, അതുകൊണ്ടാണ് ഈ മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ തരംതിരിച്ചെന്നാലും പറഞ്ഞാലും അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയുന്നത് ഞാൻ. അപ്പൊ നിങ്ങൾ ഈ ടെൻസിനെ കുറിച്ച് അറിയണ്ടേ. ഇപ്പൊ പാസ്റ്റ് കഴിഞ്ഞു, ഇനി ഫ്യൂച്ചറോട് കഴിഞ്ഞത് നമുക്ക് ഫുള്ള് മലയാളം ട്രാൻസ്ലേഷൻ ആയിരിക്കും. ഞാൻ ടെൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ തന്നെ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അത് ഞാൻ ചിലപ്പോൾ പറയുന്നത് ചിലപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കാം, ഫ്യൂച്ചർ ആയിരിക്കാം, ഏത് വേണമെങ്കിലും ആവാം.
പക്ഷെ നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ് ചെയ്യാം ഇതില്. അതിലിപ്പോ ഞാൻ പറയുന്ന പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ടാവില്ല, പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ടാവില്ല, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പാസ്റ്റ് ആണോ നോക്കുക, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ മതിയോ? ഞാൻ ഫ്യൂച്ചർ കൊണ്ട് പോട്ടെ, എന്ത് പറയുന്നു? എന്താ വേണ്ടേ പറയൂ. ഫ്യൂച്ചർ എടുക്കട്ടെ ഞാൻ? ആരും പറയുന്നില്ലല്ലോ. പിന്നെ മിസ് ഒരു കാര്യം പറയാം, നമുക്കിപ്പം നമ്മൾ ചെയ്തില്ലേ പാസ്റ്റ്, നമ്മൾ പ്രസന്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് പാസ്റ്റിന്റെ ഓരോന്നും പഠിച്ചിട്ടങ്ങ് പോവാണെങ്കിൽ പിന്നെ അന്നേരം ഒരു തപ്പല് വരത്തില്ലല്ലോ. എല്ലാം കൂടെ ഒരുമിച്ച് ടെൻസിന്റെ എല്ലാം കൂടെ മിസ് ഒരുമിച്ച് പറയുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരാതിരുന്നോളൂ, കുറച്ചങ്ങോട്ട് മനസ്സിലാക്കി പോയായിരുന്നു. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഞാൻ ചോദിക്കോട്ടോ, എല്ലാ ടെൻസും കൂടെ ഞാൻ സംസാരിക്കും. കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഞങ്ങൾക്ക് ഇത് എന്തായാലും പഠിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. എന്തായാലും സംസാരിക്കാൻ നിങ്ങളെ പഠിക്കണം. കൊണ്ട് ടെൻസ് തന്നെ ഞാൻ പഠിപ്പിക്കും. നിങ്ങൾ പറയാൻ പഠിച്ചില്ലെങ്കിൽ ടെൻസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, ടെൻസ് എങ്കിലും പഠിച്ചാലേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും സംസാരിക്കാൻ, നിങ്ങൾക്ക് കൺഫ്യൂഷനിലാണ് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഒരു പഠിച്ചാൽ മതി ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഐ വെന്റ് ദേർ, ഐ വിൽ കം, ഐ വിൽ ഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാളെ ഞാൻ വരും എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ചെയ്തു, ഇന്ന് ഞാൻ ചെയ്യും, നാളെ ഞാൻ ചെയ്യാം എന്നുള്ളത് പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ പറയണം എന്നുള്ളത് പഠിച്ചാൽ മതി. ബാക്കി സംസാരിച്ചോളും നമ്മൾ തന്നെ. പിന്നെ സിമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മള് വൊക്കാബുലറി പഠിക്കണം, പുതിയ പുതിയ വേർഡ്സ് പഠിക്കണം. പുതിയത് പഠിച്ചെങ്കിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് എങ്കിലും പഠിച്ചു വെക്കണം. അതിന്റെ V1, V2, V3 ഫോമും പഠിച്ചു വെക്കണം. മനസ്സിലായോ? അത്രയൊക്കെ ഉള്ളൂ പറയുന്നത്. അതാണ് വലിയൊരു സാധനമല്ല ഈ പറയുന്ന ഇംഗ്ലീഷ്. ഓക്കെ, നമ്മൾ പേടിക്കും തോറും നമുക്ക് നമ്മുടെ പേടി കുറയില്ല. നേരത്തെ എനിക്ക് ഇത് ഭയങ്കര പേടിയായിരുന്നു മിസ്, ഇംഗ്ലീഷ് എനിക്ക് ഒട്ടും പറ്റില്ല എന്നുള്ള ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വാശിയായത് എങ്ങനെയും പഠിച്ചെടുത്തേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഇത് വേണം. കാരണം വെച്ചാൽ മലയാളം കൊണ്ട് മാത്രം നമുക്കൊന്നും ആവില്ല. ഇന്ന് ഇപ്പൊ കൂടുതലും മലയാളത്തെക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ്, ഹിന്ദി, അങ്ങനെ ആ ലാംഗ്വേജസ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ചെന്നാലും ഇപ്പം നമ്മളിപ്പോ സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ പോലും അവിടെ ജോലി ചെയ്യുവാണെങ്കിൽ പോലും വരുന്നെല്ലാം ഈ ഹിന്ദിക്കാരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെയാണ് വന്ന് അവര് പോലും പറയുന്ന ഇംഗ്ലീഷ് കേട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കണ്ണുമിഴിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമാണ് ഇപ്പൊ ഇംഗ്ലീഷ്. ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് മലയാളത്തെക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ഇംഗ്ലീഷാണ്. അപ്പൊ എന്തായാലും എനിക്ക് പഠിക്കണം എന്നൊരു വാശിയായിട്ടുണ്ട്. ഞാൻ പഠിച്ചെടുക്കും. പിന്നെ അതുമാത്രമല്ല, ഹിന്ദി നമ്മൾ സംസാരിക്കാറുണ്ട്. എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടി ഹിന്ദി പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായാലും എല്ലാവരുടെയും ഹിന്ദിക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഹിന്ദി കോഴ്സിൽ നമ്മൾ ആരും അഡ്മിഷൻ എടുക്കാറില്ല. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും ഹിന്ദി പറയും. കാരണം പണ്ടെങ്കിലും പഠിച്ചായിരിക്കുള്ളൂ അല്ലെ? പണ്ട് എന്തോ 5ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലൊക്കെ ഹിന്ദി പഠിച്ചിട്ടുള്ളൂ. 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഹിന്ദി. പിന്നെ നമ്മള് +1 +2 നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് എടുക്കാലോ. അപ്പൊ നമ്മളിപ്പോൾ എന്താണ് അതിന് ടച്ച് ഇല്ലെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും ഹിന്ദി അറിയാം അല്ലെ? എന്തെങ്കിലുമൊക്കെ തട്ടി പോകാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷ് എന്താണെന്ന് അപ്പൊ ഹിന്ദി പറയാൻ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല. പേടി ഉണ്ടാവില്ല ചിലപ്പോ. പക്ഷെ ഇംഗ്ലീഷ് പറയുന്നത് എല്ലാവർക്കും പേടിയാണ്. ആ പേടിയാണ് ഇത് സംസാരിക്കാനായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ട്. മനസ്സിലായോ? ഇംഗ്ലീഷിനെ ആ ഒരു പേടി പെട്ടെന്ന് വരും. ആ പേടി വന്നാല് നമ്മൾ ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അത് പറയാൻ പറ്റില്ല. അതിപ്പോ ഇന്റർവ്യൂ പോയാൽ അത് നിങ്ങൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ പോയാൽ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റില്ല. മനസ്സിലായോ? ആരെയും പേടി മാറ്റൂ. വന്നോടത്ത് വെച്ച് കാണാനേ. ഇതെന്നാ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല നമ്മൾ ലൈഫ് പോകുന്നത്. ആണോ? ഇത് പറയുന്നു ഇല്ല, നമ്മള് രാവിലെ എണീറ്റാൻ പറയാ എണീറ്റത്, അത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫ്. ഇവിടെ വീട്ടില് എന്റെ മൂത്ത കൊച്ചി 1ാം ക്ലാസ്സിലാണ് പഠിക്കണേ. അവള് പോലും വന്നിട്ട് ചില സമയത്ത് ഞാൻ എന്തെങ്കിലും എടുത്തോണ്ടിരിക്കും, അമ്മ വാട്ട് ഹാപ്പൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കും. LKG പഠിക്കുന്ന കൊച്ചുപോലും മിക്കവാറും ചില വേർഡ്സ് ഒക്കെ ഇംഗ്ലീഷ് കൂടുതൽ മലയാളം ഇംഗ്ലീഷോടെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും പുള്ളിയും ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ഓർക്കും, ഇത്ര കുഞ്ഞല്ലേ ഇങ്ങനെ പറയാൻ പറ്റുമോ കൊച്ചിന്, നമ്മൾ അന്തിച്ചു പോകും. അപ്പൊ അവര് പോലും അങ്ങനെ പഠിക്കുമ്പോ നമ്മൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? അതാ ഞാനിപ്പോ ചിന്തിക്കുന്നത്. അതിൽ വ്യത്യാസം എന്താണെന്നറിയോ? കുഞ്ഞു പിള്ളേരെ ബ്രെയിൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമുക്ക് പ്രായം കൂടുന്തോറും ബ്രെയിൻ വർക്ക് ചെയ്യില്ല. പിന്നെ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? നമ്മളൊക്കെ ബ്രെയിൻ യൂസ് ചെയ്യാറേ ഇല്ല. സത്യം. അവരുടെ അടുത്തെങ്കിലും നമുക്ക് പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ളെങ്കിലും വേണ്ടേ നമ്മുടെ കയ്യില്? അവരോട് റിസ്പെക്ട് ചെയ്യണമെങ്കിൽ അതെങ്കിലും വേണ്ടേ? പിന്നെ കുറച്ച് കഴിയുമ്പോ
ഒരു നല്ല ഐഡിയ തരാം. കുറെ ഈ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് മൂവികളുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ സീരീസ് ഉണ്ട്. അത് സബ് ടൈറ്റിൽ ഇട്ടിട്ട് കുത്തിയിരുന്ന് കാണുക, ഇയർഫോൺ വെച്ചിട്ട് കുത്തിയിരുന്ന് കാണുക. കുറെ കഴിയുമ്പോൾ ഈ ഭാഷ തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് തന്നെ കയറും. സബ് ടൈറ്റിൽ വെച്ചിട്ട് കാണണം കേട്ടോ. അതായത് അടിയിൽ എഴുതി കാണിക്കണം, നമുക്ക് അവർ പറയുന്നത് എന്താണെന്ന് താഴെ വായിച്ചെടുക്കാൻ പറ്റണം. നമ്മുടെ ചില ഇംഗ്ലീഷ് മൂവീസിലൊക്കെ അങ്ങനെ കാണാം, അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ തന്നെ കുറെ കഴിയുമ്പോൾ സബ് ടൈറ്റിൽ ഓഫ് ചെയ്തിട്ടിട്ട് കണ്ട് നോക്കുക. പിന്നെ അർത്ഥം അറിയാത്തതൊക്കെ എവിടെയെങ്കിലും നോക്കി പഠിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചറിന്റെ അടുത്ത് ചോദിക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പിള്ളേരോട് സംസാരിക്കാനായിട്ടേ, ഇപ്പൊ നമുക്ക് കുറച്ചൊക്കെ ഇതില്ലേ, അവിടെ പോകരുതിട്ടാ, അങ്ങനെ അങ്ങോട്ട് പോയില്ലേ ഇങ്ങോട്ട് പോയില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളം, അതിന് ഇംഗ്ലീഷിൽ നോക്കി പഠിക്കാം. മനസ്സിലായോ? ഓക്കെ. അത് വന്നിട്ട് അപ്പൊ തന്നെ അവരോട് പറയാം, അങ്ങോട്ട് പോയില്ലാട്ടാന്ന് ഇംഗ്ലീഷ് പറയാം. അപ്പൊ ആ ഇംഗ്ലീഷ് തലയിൽ കയറി, പിന്നെ മറക്കില്ല. പിന്നെ രണ്ടാമത് പോകുമ്പോഴും അങ്ങനെ തന്നെ പറയാം, പിന്നെ നമ്മൾ ബൈ ഹാർട്ടായി, പിന്നെ മറക്കില്ല. അപ്പൊ അങ്ങനെ പഠിക്കാം. അങ്ങനെ നമുക്ക് ട്രിക്ക് ഉണ്ട്, അങ്ങനെയും പഠിക്കാം. അപ്പൊ അതിൽ നമ്മൾ ടെൻസ് ഇല്ലെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ നമ്മള് മലയാളം തന്നെ ഒന്ന് നോക്കാണ്ട് സംസാരിക്കാറുണ്ട് അല്ലെ. അത് നമ്മളിത് കേട്ട് വരുന്നതിന്റെയാണ് അല്ലെ. അത് നമ്മൾ പഠിച്ചിട്ടല്ലേ. ഇപ്പൊ പിള്ളേര് മലയാളം സംസാരിക്കുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ ആയി. അവരെ എന്ത് പഠിച്ചിട്ടാണ്? അവരുടെ എഴുതാൻ പറയാൻ എഴുതാൻ പോലും അറിയില്ല, പക്ഷെ അവിടെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കുഴപ്പം. നമുക്ക് സംസാരിക്കാൻ ഒരു പേടി, സംസാരിച്ചാലേ ആ ഫ്ലുവൻസി വരുമെന്ന്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ എന്താണ് വഴങ്ങണം. നമ്മുടെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആ ഒരു വഴക്കം വേണം. അതായത് നമ്മുടെ നാക്കായാലും എങ്ങനെയായാലും ആ ഒരു വഴക്കം വേണമെങ്കിൽ നമ്മൾ സംസാരിച്ചു നോക്കണം. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്കത് പറയാൻ പറ്റും, പക്ഷെ അത് പറയുമ്പോഴായിരിക്കും അയ്യോ അവിടെ വെള്ളി വീണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. മനസ്സിലായോ? അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് സംസാരിച്ചു വെക്കലും നമ്മുടെ നാക്കെല്ലാം അതിനോടനുസരിച്ച് വഴങ്ങും. കഴിഞ്ഞ ദിവസം ഞാനുള്ള യൂട്യൂബിൽ ഇങ്ങനെ കണ്ട ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ്. അതായത് ഏറ്റവും ബേസ് ആയിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു ബ്രില്യൻ ടി വി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനലിന്റെ ആയിട്ട്. അപ്പൊ അവര് അതിലെ കുറെ ഇങ്ങനെ അത് ഓരോ വേർഡ്സും നമ്മൾ പെറുക്കി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല. ചിലപ്പോ പൊട്ട തെറ്റാണെങ്കിൽ പോലും ആ ഒരു ഫ്ലുവൻസിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ തെറ്റാണെങ്കിൽ പോലും അതെന്താന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവും എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ വെന്റ് ടു എന്നല്ലേ നമ്മൾ പറയുന്നത്, അപ്പൊ വെൻ ടു അങ്ങനെ പറയാ. പിന്നെ നമ്മുടെ ടു ഹോം, ഹോമിന് ടൂന് ശേഷം ഹോം വരില്ലെന്ന് അങ്ങനെ എന്തോ ഇത് പറഞ്ഞാൽ മറന്നു എന്താണ്. അപ്പൊ അങ്ങനെ വെച്ചാൽ വെൻ ടു മൈ ഫ്രണ്ട് ഹോം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ടു കൂട്ടി പറയുമ്പോ, അല്ലെങ്കിൽ ടു ഹോം എന്ന് പറയില്ല. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അവർ പറഞ്ഞ് ഇതായിട്ട് കണ്ടു. ഞാൻ ഫുൾ എനിക്കത് കാണാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിയോട്ടെ എന്ന് ഓർത്തോണ്ട്. എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം പറയട്ടെ മിസ്സേ. ഞാൻ എന്റെ മോൻ CBSE ആണ്, 10th ആയി. സ്റ്റിൽ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വതവേ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണില്ല വെച്ചാൽ അവരത് ശീലിപ്പിക്കുന്നില്ല. സ്കൂളുകളൊന്നും അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് സ്കൂളിൽ ഇതിന് വേണ്ടിയിട്ട് വഴക്കിട്ടോണ്ടിരിക്കുകയാണ്. CBSE സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് നാണക്കേടാണ്. വേറെ സ്കൂളൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയാൽ അറിയാം. ചില എങ്ങനെ അറിയില്ല, ഇവര് ഗോകുലമാണ്, ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ. ഒരു രക്ഷയില്ല, ടീച്ചേഴ്സിന്റെ ഇംഗ്ലീഷ് പോലും മോശം. അല്ല, അത് ടീച്ചേഴ്സിനെ കുറ്റമായിട്ട് കാര്യമില്ല, കാരണം അവര് പഠിച്ച സിലബസ് ആണ്. മനസ്സിലായോ? നമ്മള് തന്നെ ഇപ്പൊ എല്ലാവരും എന്താണ് പഠിച്ചത്, ഇപ്പൊ ഞാനടക്കം പഠിച്ച സിലബസ് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഏകദേശം നമ്മളെല്ലാവരും സെയിം ഏജ് ആണ്. അന്ന് ഇംഗ്ലീഷിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഇല്ല, അതിനുശേഷമാണ് ഇമ്പോർട്ടൻസ് കൂടി വന്നത്. പക്ഷെ അത് നമ്മളുടെ നാട്ടിലുള്ള പ്രശ്നം. ഞാൻ പഠിച്ചത് തമിഴ്നാട്ടിലാണ്. അവിടെ മസ്റ്റായിട്ട് നമ്മുടെ ലാംഗ്വേജ് പഠിപ്പിക്കും. സിലബസിന്റെ മിസ്റ്റേക്ക് ആണ്. അതിപ്പോ നമ്മ പഠിച്ച കാലത്തായാലും സിലബസിന്റെ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു. അന്നും ടീച്ചർമാർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇന്നും ടീച്ചേഴ്സ് ഇംഗ്ലീഷ് അറിയില്ല. മനസ്സിലായോ? അത് നമ്മ പഠിച്ചതിന്റെ അതാണ്. പിന്നെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാല് കുഞ്ഞു മക്കൾക്ക് തുടങ്ങി ഇംഗ്ലീഷ് ഉണ്ട്. അന്ന് അങ്ങനെയാണ്. ഇംഗ്ലീഷ് നമ്മുടെ ഏത് ക്ലാസ്സിൽ തുടങ്ങിയാ ഇംഗ്ലീഷ് പഠിക്കുന്നത്? 5th സ്റ്റാൻഡേർഡ് തൊട്ടാന്ന് തോന്നുന്നു നോർമൽ സ്റ്റേറ്റ് സ്കൂളൊക്കെ പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്രം അല്ല, LKG UKG തൊട്ട് അങ്ങനെ. ഞാനൊക്കെ LKG UKG തൊട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് വ്യത്യാസം. ഞാൻ ഇംഗ്ലീഷിന് നമ്മുടെ
നമ്മളൊക്കെ ശരിക്കും പറഞ്ഞൊരു സെന്റൻസ് മേക്ക് ചെയ്ത് തുടങ്ങി 4ാം ക്ലാസ് ആ ടൈമിലല്ലേ. ഇപ്പൊ എന്റെ മോള് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഇപ്പം ഒരു പാരഗ്രാഫ് ഒക്കെയാണ് സെന്റൻസ് മേക്ക് ചെയ്യാനും റീഡ് ചെയ്യാനും. നമുക്കൊക്കെ ഇപ്പോഴേ റീഡ് ചെയ്യാനൊന്നും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് അവള് നല്ല ഫ്ലുവന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് അതനുസരിച്ച് അങ്ങനെ വായിക്കുക, ആ ഒരു ഇതിലേക്ക് അങ്ങ് മാറിയിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് വഴങ്ങുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞായതുകൊണ്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്. ഇപ്പോഴേ പിന്നെ ഒരു അവർക്ക് ബേസ്. അത് മാത്രല്ല, അവർക്ക് പേടിയില്ല. ആ അവർക്ക് പേടി എന്താണെന്ന് അറിയില്ല. തെറ്റിപ്പോവാനും കളിയാക്കോ എന്നുള്ളൊരു പേടി അവർക്കില്ല. അവർക്ക് ആ വായിൽ വരുന്ന അവരങ്ങ് പറഞ്ഞു വിടണോ, ഇത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മെയിൻ പേടിയാണ്. പേടി ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ എങ്ങും എത്താൻ പറ്റില്ല. എനിക്കിതുപോലെ ഒത്തിരി പേര് കൂടി നിൽക്കുന്നിടത്തൊക്കെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ആയപ്പോ അതങ്ങ് വെച്ചാൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗുണം ഉണ്ടാവില്ലെന്നൊരു തോന്നല് തന്നെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോലും. വെച്ചാൽ എനിക്ക് ക്ലാസ് എടുക്കുമ്പോ ആദ്യമൊക്കെ മൈക്ക് ഓൺ ചെയ്ത് പറയാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ അതങ്ങോട്ടങ്ങ് മാറി. വെച്ചാൽ ഇനി നമുക്ക് എന്തായാലും മുന്നോട്ടേക്ക് ഇത് നമ്മുടെ സംസാരം നമ്മുടെ ഇതനുസരിച്ച് നമുക്കൊരു ജോലിയിലാണെങ്കിലും നമുക്കൊന്ന് കിട്ടുകയുള്ളൂ. നമ്മുടെ സംസാര രീതി അനുസരിച്ചാണ് അവര് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയും, അല്ലെങ്കിൽ ചെയ്യാൻ ഒരു കഴിവുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയാണല്ലോ നമുക്ക് അല്ലെ ഒരാൾ ഒരു കാര്യം ഏൽപ്പിക്കുള്ളൂ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് എവിടെ ജോലിക്ക് കയറി ഏത് സ്ഥാപനത്തിലാണല്ലോ അങ്ങനെയാണല്ലോ. കോൺഫിഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കോൺഫിഡൻസ് കൂടി. പിന്നെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞു കൂട്ടി സംസാരിക്കണം ഏറ്റവും സിമ്പിൾ. ഞാൻ പറയാതെ നിങ്ങൾ വിട്ട് പറയരുത്. വിട്ട് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോ ഹി ഈസ് എ ജെന്റിൽമാൻ എന്നൊക്കെ പറയുമ്പോൾ ഹീസ് എ ജെന്റിൽമാൻ ആണോ, ഹീയുടെ കൂടെ ഈസ് കയറി വന്നു, മനസ്സിലായോ? അങ്ങനെ പറയാം. അല്ലാണ്ട് ഇപ്പൊ ട്രാൻസ്ലേറ്റ് പറയാനായിട്ട് ഇപ്പൊ ഐ വാണ്ട് ടു ഗോ ദെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് കൂട്ടാൻ എങ്ങനെയാ പറയാ? I wanted to go. I want to go. Yeah. ഈ ടു എന്നുള്ള വരില്ല. I wanna go there. ഇത്രേ വരുള്ളൂ. I wanna go there. അഡ്വാൻസ്ഡ് ആണ്. I wanna ഇത്രേ വരുള്ളൂ സംസാരിക്കുമ്പോ. എഴുതുമ്പോ കറക്റ്റായി എഴുതണം. I want to go there. സംസാരിക്കുമ്പോ I wanna go there. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മള് വെറും തുടക്കമാണ്, ബേസിക് ആണ് ഈ പറഞ്ഞിട്ടിരിക്കുന്നത്. എന്തോ ഞാൻ പറയാൻ പഠിക്കുന്ന എന്താണെന്നറിയാവോ? പറയൂ. ഇവിടെ കേൾക്കുന്നവര് പിന്നെ മിസ്സൊക്കെ പൊട്ടത്തെറ്റ് പറയുമ്പോ കളിയാക്കുമെന്ന് പേടി. അതിനിപ്പോ അതൊരു പ്രചോദനമായിട്ട് കാണും കുട്ടി. ഞാനാണെങ്കിൽ കുഞ്ഞിലെ തൊട്ട് +2 ഡിഗ്രി വരെ മലയാളത്തിലല്ല എഴുതുന്നത്. മലയാളം മീഡിയം ആയിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് അങ്ങനെ അറിയത്തില്ല. ഡിഗ്രിയിൽ ഇംഗ്ലീഷിന്റെ വരിയിൽ 2 പ്രാവശ്യം സേ എഴുതി. എന്നിട്ട് പിന്നെ 3ാമത് എഴുതിയപ്പോ ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ ഒക്കെ തോറ്റിട്ടുണ്ടായിരുന്നു ഡിഗ്രിക്ക്. ഭയങ്കര പാടായിരിക്കും. ഇതൊരു ചാൻസ് ആണ് ഹരിത. മിസ് എത്ര നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു മിസ് മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലേ, വേഗം പഠിച്ചെടുക്കാന്ന്. അല്ല, സത്യമായിട്ടല്ല, ഞാൻ +2 വരെ എല്ലാ സബ്ജക്റ്റും മലയാളത്തിൽ തന്നെ പഠിച്ചത്. പക്ഷെ നമുക്കിത് പഠിച്ചെടുക്കണം എന്നൊരു തീരുമാനം മനസ്സിൽ ഉറച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. പൊട്ടത്തിട്ടാണ് നമ്മുടെ മിസ് പറഞ്ഞു തരുമല്ലോ, അല്ല മിസ്സേ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ പൊട്ടത്തിട്ടാണ്. ഇവിടെ ഇരിക്കണ ആരും പെർഫെക്റ്റ് അല്ല. ഞാനടക്കം പെർഫെക്റ്റ് അല്ല. എന്നാലും ഞാൻ ക്ലാസ് എടുക്കുന്നില്ലേ, അതേപോലെ നിങ്ങളും എല്ലാവർക്കും പഠിക്കണം അല്ലേ? എല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ? എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ എന്തും നേടുള്ളൂ, അച്ചീവ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയും മോട്ടിവേഷൻ തന്നിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റമില്ലെന്ന് പറഞ്ഞാണ് എനിക്ക്. ഇന്നിപ്പോ എന്താ ക്ലാസ് ഹരിതയെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ കൂടെയുണ്ട്. ഹരിത സംസാരിച്ചോളും. ഹരിതനെ ഇനി ആരും കളിയാക്കില്ല. ആരാ കളിയാക്കണം? ഞാൻ കളിയാക്കില്ല, ഇനി ഇവരും കളിയാക്കില്ല. അപ്പൊ എന്തായാലും സംസാരിക്കും. ഇതുപോലെ ഹരിത പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ ഒരു ടെൻഷനോ കളിയാക്കോ എന്നൊരു പേടി ഉണ്ടെങ്കിൽ അത് മാറ്റാം. ഈ ക്ലാസ്സിലിരിക്കുന്ന ആരും നിങ്ങളെ കളിയാക്കില്ല. നമ്മൾ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കണ്ടുപോലും അല്ല സംസാരിക്കുന്നത്. നമ്മളെ വോയിസിലൂടെ മാത്രം എല്ലാരും കേൾക്കുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മുടെ മുഖം കാണാതെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ നമുക്ക് ഇപ്പൊ ഒരാളെ ഫേസ് ചെയ്ത് സംസാരിക്കേണ്ടി വന്നു കഴിയുമ്പോ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് ധൈര്യം സംസാരിച്ചോളൂ. കോഴ്സ് കംപ്ലീറ്റ് ആണെങ്കിൽ തൊട്ട് മുന്നേ നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കും.
ഓക്കെ യെസ് മാം. Yes, okay. എനിക്ക് കാണാതെ നിങ്ങൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ ആരെയും. എല്ലാവരും എന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല അല്ലേ? സോ അതും ഒരു നല്ലൊരു ഇതാണ്, ഒരു ഉപദേശമാണ്. ഒരു എന്താ, ആർക്കും ആരെയും പരസ്പരം അറിയില്ല. മനസ്സിലായോ? ഇപ്പൊ ഹരിത എന്ത് പറഞ്ഞാലും ഹരിതൻ ആരും കണ്ടിട്ടില്ല. ഹരിതയുടെ വോയിസ് മാത്രമേ ഞങ്ങൾ കേൾക്കുന്നുള്ളൂ, ഫേസ് കാണുന്നേ ഇല്ല. അതുകൊണ്ട് എന്തായാലും പറയാം ഹരിതേ, ധൈര്യമായിട്ട് പറഞ്ഞോ. Okay, ആർക്കറിയില്ല, ഹരിത വീട് പോലും ആർക്കും അറിയില്ല. സോ ഒന്നും പറഞ്ഞു. ഓക്കെ അടിപൊളി. ഓക്കെ, ഇനിയും കഴിഞ്ഞു, സമയവും കഴിഞ്ഞു, ഒന്നും നടന്നില്ലല്ലോ. ഫാസ്റ്റ് കംപ്ലീറ്റ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഫാസ്റ്റിന്റെ മലയാളം കണ്ടുപിടിച്ചിട്ട് വരാം. മലയാളം എല്ലാ നാലിതും 4 ടെൻസും. പാസ്റ്റിന്റെ മലയാളം എന്താ പറയാ? ഭാവി അല്ല, അല്ലല്ല, കഴിഞ്ഞു പോയതല്ലേ. അല്ല, അതിനെന്താ മലയാളത്തിൽ പറയാ? അല്ല, അയ്യോ, അതിനെന്താ പറയാ മലയാളത്തിൽ? കഴിഞ്ഞു പോയതാ ഭൂതം. ഭാവിയ. ഭൂതല്ലേ? ഭൂതം, ഭാവി, വർത്തമാനം, പ്രസന്റ്, ഫ്യൂച്ചർ, ഭാവി. ഭാവി ഫ്യൂച്ചറാ, ശരിയാ, സോറി. അപ്പൊ മലയാളം നോക്കിയിട്ട് വരാം. അതിന്റെ Okay, ma'am. ഇംഗ്ലീഷ് ആണ് നോക്കരുത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ഇംഗ്ലീഷ് ആണ് നോക്കിയിട്ട് വരരുത്, മലയാളം നോക്കിയിട്ട് വരാം. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ മലയാളം നോക്കാനാണ് ഇനി ഭാവി അല്ല ഭൂതം ചോദിച്ചത്. ഓക്കെ, കുറച്ച് ഞാനും നോക്കിയിട്ട് വരാം. നമുക്ക് മലയാളം പറയാം, എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കാം. യെസ് മാം. കംഫർട്ട് ആണോ എല്ലാവരും ക്ലാസ്സില്? സംസാരിച്ചോളാം മാം. ഹരിത സംസാരിക്കില്ലേ? സംസാരിക്കും. സംസാരിക്കുന്ന ആരാ? നിങ്ങൾക്കും മിണ്ടാതിനി അനഘ. റിയ, പിന്നെ ആരാണ്? ആദിഷ്, ടിബിൻ, ഇത്രയും പേരൊന്നും മിണ്ടുന്നില്ല. ഹെലൻ, ഒരു റിയ ഉണ്ട്. റിയ ഉണ്ട്. റിയ സംസാരിക്കുന്നില്ല. റിയ, ഇത്രയും പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. എല്ലാരും പോയിട്ടാണ്. എല്ലാരും പോയി. ഓക്കെ, അതിന്റെ പേരാ. ഓക്കെ, എല്ലാരും നല്ല ആക്റ്റീവ് ആയിരുന്നില്ലേ ക്ലാസ്സില്? ആകെ 3 പേര് മിസ്സും. 2 പേര് മാത്രം. നിങ്ങൾ ആക്റ്റീവ് ആവുമ്പോ ഞാൻ ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവും. അല്ലെങ്കിൽ എനിക്കും ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സില് എല്ലാവരും ആക്റ്റീവായിട്ട് വരാം. നമുക്ക് നന്നായിട്ട് ക്ലാസ് മുന്നോട്ട് പോവാം. ഓക്കെ, നമുക്ക് ക്ലാസ് കഴിയുമ്പോഴത്തേനും സംസാരിക്കാൻ പഠിക്കാം മാം. ട്രൈ ചെയ്യാലോ? ട്രൈ ചെയ്യാം മാം. ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഓക്കെ മാം, താങ്ക് യു. Thank you, Miss.